വിശ്വാസങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കൈയിലിരുന്ന് പ്രപഞ്ചത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന സുദർശന ചക്രം. ആ ചക്രം വിഴുങ്ങിയ ഗണപതിയുടെ കഥ നിങ്ങൾക്കറിയാമോ? അന്ന് ഗണപതിക്ക് മുൻപിൽ വിഷ്ണുവിനും ശിവനും ഒരുപോലെ പകച്ചു നിൽക്കേണ്ടി വന്ന ആ നിമിഷം. അവിടെയാണ് ഗണപതിയുടെ ആ വലിയൊരു ലീലയുടെ കഥ തുടങ്ങുന്നത്. ഒരിക്കൽ വൈകുണ്ഠത്തിൽ വിഷ്ണുഭഗവാൻ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് തന്റെ കൈയിലിരിക്കുന്ന സുദർശന ചക്രം എത്രത്തോളം ശക്തമാണെന്ന് അദ്ദേഹം ഓർത്തു. അഹങ്കാരം ഒട്ടുമില്ലാത്ത വിഷ്ണുവിനേക്കാൾ. ആ നിമിഷം ചക്രത്തിനൊരൽപ്പം അഹങ്കാരം തോന്നി. താനില്ലാതെ വിഷ്ണുവിന് ലോകത്തെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നൊരു ഭാവം ആ ചക്രത്തിൽ ഉടലെടുത്തു. ആ സമയത്താണ് ബാലഗണപതി വൈകുണ്ഠത്തിലേക്കെത്തിയത്. കളിച്ചുകൊണ്ടിരുന്ന ഗണപതിയുടെ കണ്ണുകൾ വിഷ്ണുവിന്റെ കൈയിലെ തിളങ്ങുന്ന ചക്രത്തിലുടക്കി. ഒരു കളിപ്പാട്ടം കിട്ടിയ ആവേശത്തിൽ ഗണപതി ആ ചക്രത്തിന് നേരെ കൈനീട്ടി. ചക്രമൊന്ന് അഹങ്കാരത്തോടെ തിരിഞ്ഞു. പക്ഷേ അടുത്ത നിമിഷം സംഭവിച്ചത് വിഷ്ണുവിനെപ്പോലും ഞെട്ടിച്ചു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഗണപതി ആ സുദർശന ചക്രത്തെ പിടിച്ച് തന്റെ വായയ്ക്കുള്ളിലാക്കി. ഒരൊറ്റ വിഴുങ്ങൽ. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീകരമായ ആയുധം ഒരു ലഡു കഴിക്കുന്ന ലാഘവത്തോടെ ഗണപതി അകത്താക്കി. ചക്രത്തിന്റെ അഹങ്കാരം ആ നിമിഷം അലിഞ്ഞുപോയി. ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ ചക്രം ഗണപതിയുടെ വയറിനുള്ളിൽ വെറും നിസ്സാരമായി മാറി. ഭഗവാൻ ഒരിക്കലും ഇത് നടക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. തന്റെ ആയുധം നഷ്ടപ്പെട്ടതോടെ വിഷ്ണു ഭഗവാൻ വിഷമത്തിലായി. ചക്രം തിരികെ ചോദിച്ചിട്ടും ഗണപതി തന്റെ കളി മതിയാക്കിയില്ല. ഗണപതിയുടെ വയറിനുള്ളിലിരിക്കുന്ന ചക്രത്തെ പുറത്തെടുക്കാൻ ആയുധം കൊണ്ടോ ബലം കൊണ്ടോ കഴിയില്ല എന്ന് വിഷ്ണുവിന് മനസ്സിലായി. സഹികെട്ട ഭഗവാൻ അപ്പോഴാണ് ഒരു തന്ത്രം പ്രയോഗിച്ചത്. ഗണപതിയെ ചിരിപ്പിക്കാൻ വിഷ്ണു തീരുമാനിച്ചു. അദ്ദേഹം തന്റെ കൈകൾ ചെവിയിൽ പിടിച്ചുകൊണ്ട് ഗണപതിയുടെ മുന്നിൽ ഇരുന്നു എഴുന്നേറ്റു. അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏത്തമിടിയിൽ. വിഷ്ണുവിന്റെ ആ വിചിത്രമായ നൃത്തം കണ്ടപ്പോൾ ഗണപതിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. ഗണപതി പൊട്ടിച്ചിരിച്ച ആ നിമിഷം വായ്ക്കുള്ളിൽ നിന്നും സുദർശന ചക്രം പുറത്തേക്ക് തെറിച്ചു വീണു. ഇന്നും നമ്മൾ ഗണപതിക്ക് മുന്നിൽ ഏത്തമിടുന്നത് ഈ കഥയുടെ ഓർമ്മയ്ക്കാണ്. തന്റെ ചക്രത്തിന്റെ അഹങ്കാരം മാറ്റാൻ ഭഗവാന് ഗണപതിക്ക് മുന്നിൽ ഇത്തരത്തിൽ താഴ്മ കാണിക്കേണ്ടതായി വന്നു. ആ ചക്രം വിഴുങ്ങിയതിലൂടെ അഹങ്കാരം എത്ര വലിയ ശക്തിയായാലും ഭക്തിക്ക് മുന്നിലും വിനയത്തിനു മുന്നിലും അത് തോറ്റുപോകുമെന്ന് ഗണപതി ലോകത്തിന് കാട്ടിക്കൊടുത്തു. ലോകത്തെ വിറപ്പിക്കുന്ന സുദർശന ചക്രം ഗണപതിയുടെ വയറിനുള്ളിൽ കുടുങ്ങിപ്പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാ ഭക്തർക്കും വിഘ്നേശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.